ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യണ്ട എന്ന് വിചാരിച്ചൊരു വ്യക്തിയായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കുറേ പേര് ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ പേര് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും തിരിച്ച് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തിന് ഞാൻ അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ലേ, നമുക്ക് ചെയ്യണ്ടേ. അങ്ങനെ ഞാൻ എന്താ ബിഗ് ബോസ് സീസൺ 7 വീഡിയോ ചെയ്യാൻ തുടങ്ങി ഗായ്സ്. എല്ലാപ്പോഴും പറ്റുമെന്ന് എനിക്കറിയില്ല, ഞാൻ പറ്റുന്ന സമയങ്ങളൊക്കെ ഞാൻ ചെയ്യും. അപ്പോൾ ഞാൻ ഇന്നലെ ഷോ തുടങ്ങിയിട്ടുണ്ട്. ഷോ തുടങ്ങിയാൽ നമുക്ക് 2 വാക്ക് പറയണമല്ലോ. നമ്മൾ കഴിഞ്ഞ സീസണിൽ കയറിയ ആൾക്കാരാണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ 2 വാക്ക് പറഞ്ഞാൽ മോശമായി പോലെ. നിങ്ങളത് എൻ്റെ വാക്കുകൾ കേൾക്കാൻ കാത്തിരിക്കും. ചിലപ്പോൾ എന്നെക്കുറിച്ച് എത്ര പറഞ്ഞ ആൾക്കാരുണ്ട്, എന്തൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്, അവർക്കുള്ള മറുപടിയും ഇപ്പം കയറിയവർക്കുള്ള മറുപടിയൊക്കെ ഞാൻ കൊടുക്കണ്ടേ. നിങ്ങൾ പറയട്ടെ, ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ പറയണം. വീണ്ടും റിവ്യൂ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു മക്കളെ. നിങ്ങൾ മീൻസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ചെയ്യും. എനിക്കൊരു രസം, എനിക്ക് മറ്റുള്ളവർ കുറ്റം പറയുമ്പോൾ എന്തൊരു സുഖം അല്ലേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ലാലേട്ടൻ്റെ അടിപൊളി ഹൗസ് കാണിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അടിപൊളിയായിരുന്നു. നിങ്ങൾ കുറേ പേര് കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്കായിട്ട് ഞാൻ വീണ്ടും പറയാം, ഹൗസ് കാണിക്കലും എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹൗസാണ് കേട്ടോ. ഇംഗ്ലീഷ് പറയുമ്പോൾ കുറച്ച് വെപ്രാളം കൂടും ഗൈസ്, അതാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. ഞാൻ പണ്ട് മുതലേ ഇംഗ്ലീഷ്കാരെ ആയതുകൊണ്ട് ഓക്കെ. അപ്പോൾ നല്ല ഹൗസ് ആയാലും പണിപ്പുരയുണ്ട്, നല്ല അടിപൊളി സെറ്റപ്പാണ്. ഇപ്രാവശ്യം ജയിലൊക്കെ ഭയങ്കര ചെരിഞ്ഞിട്ടുള്ള ജയിലാണ്. ആരും സുഖിച്ചങ്ങനെ ജയിലിലിങ്ങനെ പരിപാടികളൊന്നും വേണ്ട എന്ന് വെച്ചിട്ടാണ് ജയിലിങ്ങനെ ചെരിഞ്ഞിട്ടുള്ള ജയിലാക്കിയിരിക്കുന്നത്. എന്തായാലും കൊള്ളാം, ഫുൾ ഹൗസും കൊള്ളാം, എല്ലാ കാര്യങ്ങളും എല്ലാം കൊള്ളാം. അപ്പോൾ ഫസ്റ്റ് എന്നെ ലാലേട്ടൻ കണ്ടസ്റ്റൻ്റായി വിളിച്ചത് ഫസ്റ്റ് നമ്മുടെ കോമണർ ആയിട്ടുള്ള നമ്മളെപ്പോലെ എന്നെപ്പോലെ സാധാരണ ഒരു വ്യക്തിയായ അനീഷ് എന്ന് പറഞ്ഞ ചേട്ടനെയായിരുന്നു. ഫസ്റ്റ് കയറുമ്പോൾ തന്നെ വിചാരിച്ചു, ആള് കയറുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇവരോടൊക്കെ ഇതെന്ത് ചൊറിയണേ, എനിക്കുണ്ടാവില്ല. നിങ്ങൾ പറയുമ്പോൾ ഞാൻ ഇവളെന്ത് കയറിയിട്ട് കാണിക്കണം, അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ കമൻറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസിൽ. അതുപോലെ തന്നെ നമുക്കും തോന്നി, പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് തോന്നില്ല പെട്ടെന്ന്. അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരുടെ മാനസികാവസ്ഥ നമുക്ക് അറിയില്ല എന്താണെന്നുള്ളത്. അവർ പറയുന്ന ചിലപ്പോൾ ഭാഗങ്ങളായിരിക്കില്ല ഇടുക, അത് വേറെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അനീഷേട്ടനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, അനീഷേട്ടൻ എന്തിങ്ങനെ ഒരു ചൊറിഞ്ഞ വർത്താനം. ഫസ്റ്റ് അനുമോളെ തന്നെ വന്ന് ചൊറിഞ്ഞു, അപ്പോൾ അനുമോൾക്ക് അത് പിടിച്ചില്ല. അങ്ങനത്തെ ഒരു ട്രോളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു. കുഴപ്പമില്ല, അനീഷേട്ടൻ വീണ്ടും ചൊറിയണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ആൾക്ക് പ്രൊവോക്കിങ് ചെയ്യായിരിക്കും മറ്റുള്ളവരെ. നമ്മൾ പറയട്ടെ, ഞാൻ അങ്ങനെ കമ്പയർ ചെയ്ത് പറയാനായിട്ട് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം രതീഷേട്ടൻ്റെ സ്വഭാവം അതായിരുന്നില്ല. രതീഷേട്ടൻ ഒരാഴ്ച ഫുൾ ചൊറിഞ്ഞ് പാവ ആ ആഴ്ച തന്നെ പോയി ആള്. പക്ഷേ ആളുടെ ക്യാരക്ടർ ഈ നമ്മൾ കാണുന്ന ക്യാരക്ടർ അതൊന്നും അല്ല കേട്ടോ. അടിപൊളി ക്യാരക്ടറാണ് ആളുടെ. നമ്മളെന്താ പറയുക, സ്വഭാവം ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുപോലത്തെ ഒരു ഫീലാണ് എല്ലാവരും കമൻറ്റ് ഇടുന്നത്, രതീഷിൻ്റെ പോലെ എന്നുള്ളത്. അതൊക്കെ ഓരോരുത്തരുടെ സ്വഭാവമാണല്ലോ. നമ്മുടെ തൃശ്ശൂർക്കാരെ പ്രത്യേക സ്വഭാവം എന്തോന്നുണ്ട്, ചൊറിച്ചല്. അപ്പം എന്തായാലും അനീഷയുടെ ആള് കൊള്ളാൻ തോന്നുന്നുണ്ട്. എനിക്കറിയില്ല, ആൾക്ക് കുറേ ഹേറ്റേഴ്സ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അത് ഓരോരുത്തരും നമ്മളിപ്പോൾ ആള് പെട്ടെന്ന് എടുത്തെടുത്ത് പറയുമ്പോൾ ആളെ ഇടയ്ക്ക് പറയണ സംസാരം തീരെ പിടിക്കുന്നില്ല, ആർക്കും പിടിക്കുന്നില്ല. ഞാനും പറഞ്ഞു ഇത് ഇങ്ങനത്തെ ഒരു സ്വഭാവം, ചൊറിയണ സ്വഭാവം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ആള് ഒറ്റയ്ക്ക് എല്ലാവരും കൂട്ടം കൂടി നിന്നിട്ട് ഒറ്റപ്പെട്ടൊരു സ്ട്രാറ്റജി ഉണ്ടല്ലോ, ആ സംഭവമാണെന്ന് നമുക്ക് തോന്നുന്നു. എന്തായാലും ആളുടെ കളി കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്നു. 1 ട്വിസ്റ്റ് ആണ് നടന്നിരിക്കുന്നത് കേട്ടോ, അത് ഞാൻ പിന്നീട് പറയാം. ബാക്കിയുള്ള കണ്ടൻസ് അനുമോളായാലും രേണുസുതി ആയാലും അപ്പാനി ശരത് എല്ലാവരും കുറേ പേരുണ്ടല്ലോ, ശാരിക ചേച്ചി കുറേ പേരുണ്ട്, അബി, പിന്നെ കുറേ പേരുണ്ട്. സത്യത്തിൽ എനിക്ക് കുറേ പേരുടെ പേരുകളൊക്കെ ഇനി പറയണ്ടല്ലോ എന്ന് വെച്ചാൽ നീട്ടി വലിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് കേട്ടോ, നിങ്ങൾ കാണുന്നുണ്ടാവല്ലോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഷാനവാസ് ചേട്ടാ ആരൊക്കെ ഉണ്ട് ഗൈസ്, കുറേ പേരുണ്ട്. നമ്മുടെ എന്തായാലും നിറഞ്ഞ് നിൽക്കുന്നുണ്ട് ബിഗ് ബോസ് ഹൗസ്. അപ്പോൾ അവരൊക്കെ കയറിയിട്ടുണ്ട്. ഓരോരുത്തരെ കുറിച്ച് പറയാന്ന് വെച്ചാൽ ഞാൻ ഓരോരുത്തരെ കുറിച്ച് പഠിച്ച് വരുന്നുള്ളൂ. ഫസ്റ്റ് തന്നെ പഠിച്ചത് ഞാൻ നമ്മുടെ അനീഷേട്ടൻ്റെ ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കോമണറായിട്ട് പോയ ഒരു വ്യക്തിയാണല്ലോ. നമ്മളെപ്പോലുള്ള നമ്മൾ ആ മൈജിയുടെ ഷോപ്പിൽ പോയി സംസാരിച്ച് അങ്ങനെ സെലക്റ്റായ ഒരു വ്യക്തിയാണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ആളെക്കുറിച്ച് പറയണമല്ലോ. അപ്പോൾ ആളെന്തായാലും കുറച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. അത് കുറച്ചാൽ അപ്പം നമുക്ക് അവിടെ വീണ്ടും ഇന്നത്തെ ടെസ്റ്റ് എന്തായാലും എല്ലാവരും കളിയും സംസാരമൊന്നും കുഴപ്പമില്ല, നന്നായി പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് മോർണിംഗ് സോങ് വരാൻ ഭയങ്കരമായിട്ട് ലേറ്റ് ആയിട്ടുണ്ട്. അവർ ഇന്നലെ ലേറ്റായിട്ടാണ് കിടന്നേന്ന് തോന്നുന്നുണ്ട്. അത് കാരണം 10 മണി കഴിഞ്ഞിട്ടും വന്നിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ 10 മണി ആ സമയമൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും റെസ്റ്റ്. 8ൻ്റെ പണി ലാലേട്ടനും 7ൻ്റെ പണി ലാലേട്ടനും ബിഗ് ബോസ് ഒക്കെ കൂടി കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അവർ ഒരേ ടാസ്ക് തന്നെ ഫസ്റ്റ് തന്നെ വെച്ച് കഴിഞ്ഞ സീസൺ പോലെ എല്ലാം തോന്നുന്നുണ്ട് ഈ സീസൺ കുറച്ചും കൂടിയും എന്താ പറയുക ഹൊറിബിളായിരിക്കും ഗൈസ്. കാരണം ഒരേ ടാസ്കുകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് എന്തൊക്കെ ആൾക്കാരെ ഫസ്റ്റിൽ തന്നെ അടിക്കാൻ തുടങ്ങില്ല. അത് ബിഗ് ബോസ് തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റിൽ തന്നെ അടിപിടി കൂടാൻ നല്ല മെടുക്കായിട്ടുണ്ട് ആൾക്കാർക്ക്. എന്തായാലും കുഴപ്പമില്ല, ഫസ്റ്റ് അടിക്ക് കൂടട്ടെ, അപ്പോഴൊരു എനർജി വരുള്ളൂ. നമുക്ക് ടാസ്ക് ഒക്കെ തരുമ്പോൾ നമുക്ക് ഒരു പവർ വരും. ആ പവർ അങ്ങോട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റിലെ ടാസ്ക് കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണിക്കും. ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാൻ ഞാൻ ലൈവ് കണ്ടാണ് കേട്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തോന്നുന്നു. ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ക്യാപ്റ്റൻ ആവാൻ യോഗ്യത ഇല്ലാത്തത് ആരാണെന്ന് ചോദിച്ചിട്ടായിരുന്നു. അവരൊരു ഷേവിങ്
ഫോം ഉണ്ടാവും, അതിലൊരു പ്ലേറ്റിൽ അത് ഇതാക്കിയിട്ട് നമ്മുടെ മുഖത്ത് തേക്കണം. ആരാണ് ക്യാപ്റ്റൻ ആവാൻ യോഗ്യതയില്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേരല്ല, ഭൂരിഭാഗം പേരും നമ്മുടെ അനീഷേന്റെ മുഖത്ത് തേച്ചു. അനീഷേന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ഞാൻ പറയില്ല, ആളുടെ ഭാഗത്ത് നല്ല തെറ്റുണ്ട്. ആൾ പറയുന്ന ഗുഡ് മോർണിംഗ് പറഞ്ഞു പറ്റി ഗുഡ് മോർണിംഗ് പറയാണ്ട് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുക, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ആളുടെ ഒരു ഒറ്റപ്പെടൽ സംഭവമായിരിക്കും. ചിലപ്പോൾ ആൾക്ക് അങ്ങനത്തെ ഒക്കെ ഒരു ഗെയിം എടുക്കുകയാണെങ്കിൽ എടുത്തോട്ടെ. ഓരോരുത്തർ ഗെയിം എടുക്കില്ല, ഓരോരുത്തർക്ക്. നമുക്ക് നമ്മുടെ ഗെയിം അല്ലേ നമ്മൾ എടുക്കുള്ളൂ. മറ്റുള്ളവരെ പോലെ മിണ്ടാണ്ടിരുന്നിട്ട് അപ്പുറത്ത് ക്യൂട്ട്നെസ് വാരി എറിഞ്ഞ് അതുപോലെ ഇങ്ങനെ കുറച്ച് ഫാഷൻ ഷോ കാണിച്ച് അങ്ങനത്തെ ഒന്നും കാര്യമില്ലല്ലോ. നമ്മൾ നമ്മളായിട്ട് തന്നെ കളിച്ചാലേ അവിടെ നിന്നിട്ട് മുന്നോട്ട് പോകുള്ളൂ. കുറച്ചൊക്കെ അഭിനയിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ഞാൻ ഫുൾ ടൈം പറയില്ല, അഭിനയിച്ച് നിന്നാൽ നമുക്ക് അവിടെ കുറച്ച് നാൾ നിൽക്കാം, ക്യൂട്ട്നെസ് വാരി എറിഞ്ഞാലും നിൽക്കാം, അതുപോലെ തന്നെ കുറച്ച് ഇതൊക്കെ ഇട്ട് നിന്നാൽ നമുക്ക് അവിടെ നിൽക്കാം. അല്ലെങ്കിൽ നമ്മൾ വേഗം വീട്ടിലേക്ക് വേഗം പോരാം, ഓട്ടില്ലെങ്കിൽ. ഓക്കെ, നമ്മൾ പ്രേക്ഷകർക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന വെച്ചാൽ നമ്മൾ നിന്നാൽ മതി. നമ്മൾ എന്താണ് കറക്റ്റ് കാര്യങ്ങൾ അവിടെ പറയുക ഇവിടെ പറയുക അതൊക്കെ നിൽക്കുക. നമ്മളല്ലാണ്ട് അഭിനയിച്ച് നിന്നിട്ടൊന്നും കാര്യമില്ല മക്കളെ. കുറച്ചൊക്കെ ലാസ്റ്റിക്ക് ആകുമ്പോൾ ഫസ്റ്റ് ഒന്ന് അഭിനയിക്കേണ്ടത്. നമ്മുടെ ക്യാരക്ടർ നമ്മൾ എന്താണോ, എൻ്റെ ക്യാരക്ടർ എന്താണോ അത് ഞാൻ പുറത്തും എപ്പോഴും നിങ്ങൾക്ക് അങ്ങനെ വല്ല മാറ്റം ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ എന്നോട് പറഞ്ഞോട്ടെ, ഞാൻ അത് വേണമെങ്കിൽ തിരുത്താം. ഓക്കെ, തിരുത്തേണ്ട ആവശ്യമില്ല, സത്യത്തിൽ ഞാൻ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ അനീഷേട്ടൻ അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർകാരായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കുറച്ചും കൂടി ആൾക്കൊരു അത് അപ്പം എന്തായാലും കൊള്ളാം ആള്. അപ്പോൾ ഹെറ്റേഴ്സിൻ്റെ മീൻസ് യോഗ്യത ഇല്ലാത്ത ആളുടെ മുഖത്തേക്ക് തേക്കാൻ പറഞ്ഞപ്പോൾ തേച്ചത് നമ്മുടെ അനീഷേൻ്റെ മുഖത്താണ്. പകുതി വരും, ഭൂരിഭാഗം പേരും അനീഷേൻ്റെ മുഖത്താണ് തേച്ചത്. അനീഷേൻ്റെ മുഖത്ത് തേച്ചപ്പോൾ വൺ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ വൺ ട്വിസ്റ്റ് നമ്മുടെ ബിഗ് ബോസ് കൊടുത്തു. എന്ത് കൊടുത്തു? ബിഗ് ബോസ് പറഞ്ഞു ക്യാപ്റ്റൻ. അപ്പോൾ കുറച്ച് പേര് എനിറ്റുന്നു, തേക്കാത്ത ആൾക്കാർ ആരൊക്കെയാന്ന് വെച്ചാൽ എനിറ്റുന്നു. അപ്പോൾ അവർ വിചാരിച്ചു ഞങ്ങളെല്ലാവരും ക്യാപ്റ്റൻ ആക്കാനുള്ള ചാൻസ് ആവുമെന്ന് വിചാരിച്ചാൽ എല്ലാവരുടെ മുഖത്ത് ഭയങ്കര സന്തോഷം. എന്തായാലും അനീഷേട്ടൻ പാവം, ആ സമയത്ത് നമുക്കൊരു പാവം തോന്നിയിട്ട് എല്ലാവരും വെച്ച് തേക്കുന്നു, ആളോട് എന്തൊക്കെയോ പറയുന്നു. അപ്പോൾ ആളിങ്ങനെ ഇരിക്കുന്നുണ്ട് വിഷമത്തിലൊക്കെ. അത് കഴിഞ്ഞിട്ട് അതിന് മുമ്പ് വേറൊരു കാര്യമുണ്ട്. അയ്യോ അത് പറയട്ടെ ഞാൻ. എൻ്റെ മക്കളെ ഇവരൊന്ന് ചിന്തിക്കണട്ടാ. നമ്മുടെ ഇത് കൺഫെഷൻ റൂമിൽ കയറാൻ വേണ്ടിയിട്ട് അടി. അയ്യോ അതിൻ്റെ ഉള്ളിലേക്ക് ബിഗ് ബോസ് പറഞ്ഞു ടാസ്ക് ലെറ്റർ വായിക്കാൻ ഒരാളോട് വരാൻ പറഞ്ഞു. അപ്പം എല്ലാവരും കൈപ്പൊക്കി. ലാസ്റ്റ് നമ്മുടെ അപ്പൻ ശരത്ത് ചേട്ടനെ സെലക്ട് ചെയ്തു. ആൾ പറഞ്ഞു ആൾ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പറഞ്ഞു. ആൾ പോവാൻ നിൽക്കുമ്പോൾ മറ്റേ അനീഷേടെ വന്നിട്ട് എനിക്ക് തയ്യാറല്ല, നീ പോണ്ട നീ പോവണ്ട ഇപ്പോ, ഞാൻ പറഞ്ഞു നീ പോവാന്ന്. ഭൂരിഭാഗം പേരും ആ ശരത്ത് എന്ന് പറഞ്ഞ ചേട്ടനെയാണ് എടുത്തത്. ആളൊറ്റയ്ക്ക് നിന്നിട്ട് നീ പോണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ഭൂരിഭാഗമാണ് ബിഗ് ബോസ് നോക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആ ഭൂരിഭാഗം നോക്കാണ്ട് അനീഷേട്ടൻ കിടന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ആൾ കുറച്ച് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചിട്ട് കാര്യമില്ല ചേട്ടാ. നമ്മൾ കൂടുതൽ ഒഴിച്ചാൽ പുറത്തു പോകാൻ ചാൻസ്, കൂടുതൽ ഒഴിക്കണ്ട. നമ്മൾ മാക്സിമം അവിടെ പിടിച്ച് നിൽക്കാൻ നോക്കുക. 100 ദിവസം പിടിച്ച് നിന്ന് ആരാണോ ജയിക്കണം അവർ കപ്പടിച്ച് കൊണ്ടുവരട്ടെ. ഓക്കെ, അപ്പം എന്തായാലും അതൊക്കെ കുറച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് കൺഫെഷൻ റൂമിലേക്ക് പോകാൻ തന്നെ അടി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ പണ്ടത്തെ ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ട് അടി ഉണ്ടാക്കുക എന്നുള്ളത് കണ്ടിട്ട് അവിടെ പോയി ഫുൾ ടൈം അടി ഉണ്ടാക്കിയ ആൾക്കാർക്ക് വെറുക്കും. അത് ചിന്തിക്കുമോ? ഓക്കെ, നോട്ട് ദ പോയിന്റ്. അപ്പം എന്തായാലും ഈ നമ്മുടെ ക്യാപ്റ്റൻ അങ്ങേരെ ലാസ്റ്റ് എല്ലാവരും എണീറ്റിക്കാണ്. അപ്പോൾ ആൾക്കാർ വിചാരിച്ചു ഞാനിപ്പോൾ ക്യാപ്റ്റനോ, വേറെ ആൾക്കാരെ തേക്കാത്ത ആൾക്കാരാണല്ലോ നല്ല ആൾക്കാരായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ക്യാപ്റ്റൻ ആവുന്നുണ്ട് കുറേ പേര് ഇങ്ങനെ ഷോ കാണിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് വൺ ട്വിസ്റ്റ് ഗൈസ്. എന്താ ഏറ്റവും കൂടുതൽ തേച്ച ആള് ക്യാപ്റ്റൻ. അപ്പൊ ആരാ ക്യാപ്റ്റൻ? നമ്മുടെ അനീഷ് ചേട്ടൻ. അപ്പൊ എല്ലാവരുടെ കിളിയും പോവും. എല്ലാവരും വെറുത്ത് ആള് ക്യാപ്റ്റൻ ആവണ്ട പറഞ്ഞ് ലാസ്റ്റ് ആള് ക്യാപ്റ്റനായി. ഒന്നൊന്നര ട്വിസ്റ്റ് ആട്ടാ ബിഗ് ബോസ് കൊടുത്തത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരാളെ നമുക്ക് പറയാം കുറ്റങ്ങളും കുറ്റ ആളുടെ ഭാഗത്തുള്ളതുകൊണ്ടാണ് കുറ്റം പറയുന്നത്, സമ്മതിച്ചു. പക്ഷെ ഇങ്ങനെ ഫുൾ ടൈം ആളെ തന്നെ ഫോക്കസ് ചെയ്ത് അപ്പുറത്ത് പോയി കുറ്റം പറഞ്ഞാൽ എന്തുണ്ടെങ്കിലും ഇവർക്ക് അനീഷ് എന്ന് പറഞ്ഞ പേര് ചർച്ച ചെയ്യുകയാണെങ്കിൽ, ആര് ചർച്ച ചെയ്യുകയാണെങ്കിലും ഈ അനീഷ് എന്ന് പറഞ്ഞ പേര് വരുന്നുണ്ട്. ആ പേര് വരണമെങ്കിൽ ആളൊരു എന്താ പറയുക, അവിടെ ഒരു ഓളുണ്ടാക്കിയിട്ടാണല്ലോ ആ പേര് വരുന്നത് അവിടെ. അപ്പം എന്തായാലും ആള് കുറച്ച് കത്തിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എത്ര നാൾ നിൽക്കും എന്തൊക്കെ. ഇനി ബിഗ് ബോസിൻ്റെ കയ്യിലാണല്ലോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം എന്തായാലും നമുക്ക് നോക്കാം എവിടെ വരെ പോവും എന്നുള്ളത്. എന്തായാലും ആൾ ക്യാപ്റ്റൻ ആയിട്ടുണ്ട്. നിർത്തത് നിങ്ങൾക്ക് എപ്പിസോഡിൽ കാണാം. ക്യാപ്റ്റൻ എന്തായാലും പൊളിക്കും തോന്നുന്നുണ്ട്, പൊളിക്കല്ല ചൊറിയും തോന്നുന്നുണ്ടെന്ന് തന്നെ പറയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും ക്യാപ്റ്റൻ ആവട്ടെ, അടിപൊളി ആവട്ടെ. ഇനിയും കുറേ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇതിപ്പോൾ അധികം നീട്ടി വലിക്കുന്നില്ല, ക്യാപ്റ്റൻ ആയതിൻ്റെ മാത്രമാണ് ഞാൻ പറയുന്നത്. ബാക്കിയുള്ള വിശേഷങ്ങൾ പിന്നാലെ ഞാൻ പറയാം. അതല്ലേ നല്ലത്, ഇനി വലിക്കണ്ടല്ലേ. ക്യാമറാമാൻ്റെ കൈ കഴിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിവിടെ വെച്ച് നിർത്താം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.